கொஞ்சம் பேசணும். கொஞ்சம் வெளில கூட்டிட்டு போறீங்களா? ഇங்கே ആരെങ്കിലും വരുമോ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയും. உங்க மேல தப்பில்ல. நான் உங்க கூட வரும்போதே இதெல்லாம் நடக்கும்னு நினைச்சேன். எனக்கு தெரியும் நீங்க நல்லவர் தான். உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும். ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை. நான் ஒரு ஆசிரமத்தில் வளர்ந்த பொண்ணு. எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை. என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது. நான் அன்னைக்கே சொன்னேன்ல, பொங்கலுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும். நான் உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசாக கொண்டாடுறாங்க. நானும் சந்தோஷமாக தான் இருந்தேன். இந்த வாழ்க்கையில் எனக்கு அதெல்லாம் கொடுத்து வைக்கல. தயவு செஞ்சு எந்த ஆசை பாசத்தையும் காமிக்காதீங்க. என் மனசு நீங்கள் எவ்வளோ முயற்சி பண்ணாலும் மாற்ற முடியாது. எனக்கு போகணும், போய் தான் ஆகணும். പോണം 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 എവിടെ പോണം? അതെന്താ പറയാത്തത്? നീ സന്യാസിയാണെ ആശ്രമത്തിൽ കഴിയണം. ഞാൻ ആടെ തന്നെ കൊണ്ടാക്കി തരാം, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിടത്ത്. அதெல்லாம் சொன்னா உங்களுக்கு புரியாது, உங்க மண்டையில ஏறாது. അതാ ഞാൻ പിന്നെ ചോദിക്കുന്നത്, എവിടെ പോണ്ടേ? എന്താ എന്റെ പ്രശ്നം? നിന്റെ ആശ്രമത്തിലെ സ്വാമിമാരൊക്കെ ഇങ്ങനെ മതിലും ചാടി നടക്കുവാന്നോ? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്താന്ന് എനിക്ക് അറിയണം. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടുകാർ മൊത്തം കണ്ട എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാൽ എന്നോടാ ചോദിക്കുക. കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ, എന്താ എന്റെ പ്രശ്നം? പോലീസ് പിടിച്ചിട്ടുണ്ടോടാ സ്കിൻ ഡോക്ടർക്ക് ലിങ്ക് അയച്ചേനി? വികേഷേ, ഇനി എഴുന്നാടാ അവളെയും കൂട്ടി വരുന്നേ? മാറി കളിയാ. ഇനി എന്താ അലമ്പുണ്ടാക്കിച്ചിട്ടുണ്ടാ? എന്നോട് പറടാ. ഇനി എന്താ അലമ്പുണ്ടാക്കാനാ? കുറച്ച് സൂര്യം തരുമോ? അത് ശരി, അപ്പൊ ഞാനൊരു സൂര്യ കേട്ടല്ലേ അല്ലേ? പറടാ. എന്റെ പൊന്നളിയാ, 2 ദിവസം നിങ്ങൾക്ക് എങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്കാം. കുറെ നാളായില്ല ഒന്ന് പെറ്റ് കിടക്കും. പെറ്റ് കിടക്കുന്ന വികേഷേ, ഞാനിവിടെ ഉള്ളത് പിന്നെ പ്രശ്നം ഇന്റെ സകല പ്രശ്നം ഞാനിടാ ഓടി മുന്നിൽ വരല്ലേ അല്ലേ? ഇന്റെ എത്ര കേസും ജാമ്യം നിൽക്കണം എനിക്ക് വേണ്ടിട്ട്. മൃഗേഷ പറ, ഇത് ഇഞ്ഞായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. എന്റെ കൊന്ത കയറ്റണ്ട, ഞാൻ പറഞ്ഞേക്കാം. നിർത്തിക്കോളി. എന്ത് നിർത്തിക്കോളി? ഇത് ഇവന്റെ മണിവേഗ കൊട്ടാരം വന്നിന്. മണിവേഗ കൊട്ടാരം പെറ്റ് കിടക്കുന്നു അല്ലേ? എനിക്ക് ഇവിടെ കിടക്കാൻ നേരം വഴിക്കൊരു മുറിയുണ്ട് ഇവിടെ. ഇഞ്ചി കുറ്റാടന്റെ വീട്ടിൽ വന്നല്ലേ? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതാടാ. ഇഞ്ചി പെങ്ങളില്ല, ഇവളെ കെട്ടുമ്പോ 5 പൈസന്റെ സ്ത്രീധനം തന്നിക്കാ. തന്നിനക്ക് തന്നിനാ അമ്മ? ഞാൻ ചോദിച്ചിക്കാ 5 പൈസ ചോദിച്ചിക്കാ. ഇങ്ങനെ മുണ്ടെടുക്കുന്നേ കൈ പോന്നേ. ഈ നാടും വീട് തെണ്ടി നടക്കുമ്പോ ഇതുപോലത്തെ ഒരു സാധനം എന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ച് കിടഞ്ഞി പറയടാ. 2 പ്രസവം എന്റെ ചെലവില് എന്റെ വീട്ടിൽ വെച്ച് നടന്നിട്ട് ഒരു 5 ഉറുപ്പിക ഞാൻ ചെന്നിക്കടാ. എടാ ഇനി അങ്ങോട്ട് കേറി നോക്കിക്കടാ. സീരിയല് ഇവര് കാര്യം പറയുമ്പോ സീരിയലാ. ഇവെന്നെ പറഞ്ഞറിയാ, പെറ്റ് കിടക്കുന്ന പോലെ പെറ്റ് കിടക്കുന്നെന്ന്. നിർത്തുന്നില്ലടാ, നിർത്തില്ല ഞാൻ അടിച്ചില്ലടാ. അടിക്കടാ എന്നെ.
ആയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അളിയന്റെ പേര് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങളെന്തൊന്നും മിണ്ടാത്തെ? ഓരോ വീട്ടിൽ സ്ഥലമില്ലായിട്ടല്ല അവരോട് വന്ന് നിൽക്കുന്നേ. എന്റെ അടുക്കുന്ന മാറിയൊക്കെ മടിയായിട്ടാ. എന്റെ പൊന്നു പോലെ തന്നെ എത്ര കാലം നോക്കിയേ. ആട്ടി പായിച്ചപ്പോ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിങ്ങൊന്ന് വിളിച്ചൂടേനോ? ഞാനാണ് മോളെ വിളിക്കേണ്ടത്. കോലായി നിന്റെ അച്ഛനൊരുത്തൻ ഇവിടെ ആണായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചു നോക്കാതിരിക്കുന്നോളോട് രാവിലെ വിളിച്ചോണ്ട് എന്താ ഓതി കൊടുത്തേന്ന്. മതി അല്ലയാ, നിർത്ത്. എന്തെന്നാ ഇത്? എപ്പങ്ങാൻ തുടങ്ങിക്ക്? ഓൻ കുടിക്കട്ടാ, ഓന് വിഷമം ഉണ്ടാവൂലേ? ആ കുടിപ്പിക്ക്. ഓസിന് കുറെ കിട്ടുന്നതല്ലേ? ബ്രിഗേഡിന്റെ കുറെ വാങ്ങി നക്കിക്ക്. ഇനി കുറെ അളിയന്നെ വാങ്ങി നക്ക്. എന്ത് നക്കിനാണ് ഇഞ്ഞി പറയുന്നേ? ഓന് പെണ്ണ് കാട്ടി കൊടുത്തത് കൂലി മേടിച്ചെന്നല്ലാതെ എന്ത് നക്കിനാ ഇഞ്ഞി പറയുന്നേ? ആ ബ്രിഗേഡ് ആ പുഴക്കരേന്ന് അടിക്കുന്നു. മന്ദ നല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. അല്ല അളിയ, എനക്കറിയായിട്ട് വയ്ക്കാം. നിങ്ങൾ എവിടുന്ന് ഓനാടുന്ന് കുടിച്ച് മേടിക്കുക. എന്തെന്നാ ഇതിന് മാത്രം പ്രശ്നം? അല്ല പിന്നെ ഓന്റെ കാര്യം ഞാൻ അധികം കൂടുതലടാ ഇവിടെ. നന്ദിയില്ലാത്ത നാറിയവൻ. പെറ്റ് കിടക്കുന്നത് പോലും പെറ്റ് കിടക്കുന്നത്. ഞാൻ അടുള്ളതാണ് അവിടെ പോയപ്പോ ഓന്റെ കുഴപ്പം നാട്ടിൽ അറിഞ്ഞില്ല. അഴിയണു അഴിയണു. പ്രാക്കുട്ട എന്നോടാണ് ഇറങ്ങി പോവാൻ പറഞ്ഞിക്കടാ. അഴിയണ്ടി കുഞ്ഞാവോടാ. ആശ്രമം തട്ടിക്കൊണ്ടത് പെണ്ണിനെ പോലെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു ഭാര്യ കുത്തല്ല. പാർട്ടിക്കാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോനാ. അപ്പൊ ആശ്രമത്തിന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണാന്ന് ഓൻ പൂണ പാർപ്പിച്ചതല്ലേ? അളിയെ ഇവിടെ നടിച്ചോണ്ടിരി, ഞാൻ ഇപ്പൊ വരാം. എന്ത് നാളെയാ ചൂടും പുറത്ത് ഓരോന്ന് വിളിച്ചു പറയാം. നിങ്ങൾ മരിച്ചാൽ ചാവിനിരിക്കണ്ടാ ബ്രിഗേഡ്. അത് മറന്നോണ്ട. ഓട്ടല്ലേ ഇനിയിപ്പൊ അങ്ങോട്ട് പോണ്ട. എന്റെ വരെ കുത്തിരിഞ്ഞ ഇബ്രാഹിക്ക ഇവനെ അങ്ങോട്ട് കൂട്ടിക്ക. അതും നമ്മളെ ബാനർജി ആൾക്കാരും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓല് പിന്നെ കണ്ട പ്രശ്നം അതാ. ഇനി വലിയ വർത്താനൊന്നും പറയണ്ട. ഇബ്രാഹിക്ക ഇവനെ അങ്ങോട്ട് കൂട്ട്. ഓന്റെ വീട്ടിൽ ഓന് പോണ്ട. മോനെ വിട്ടോ, ഇഞ്ഞിന്റെ വീട്ടിൽ പോട്. ഞാനങ്ങോട്ട് പോകും.